தனியே தனியே நான் காத்து காத்து நின்றே நிலவே ஒரு நிலவே உன் பொறுமை வென்று விடுவே தனியே தனியே நான் காத்து காத்து நின்றே நிலவே ஒரு நிலவே உன் பொறுமை வென்று விடுவேன் புரியாதா பேரன்பே புரியாதா பேரன்பே தனியே 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 அக்டோபர் மாதத்தில் அந்தி மழை வானத்தில் வானவில்லை ரசித்திருந்தேன் அந்த நேரத்தில் யாரும் இல்லை தூரத்தில் இவள் மட்டும் வானவில்லை ரசிக்க வந்தாள் அக்டோபர் மாதத்தில் அந்தி மழை வானத்தில் வானவில்லை ரசித்திருந்தேன் அந்த நேரத்தில் யாரும் இல்லை தூரத்தில் இவள் மட்டும் வானவில்லை ரசிக்க வந்தாள் அன்று கண்கள் பார்த்து கொண்டோ உயிர் காற்றை மாற்றிக்கொண்டோ அன்று கண்கள் பார்த்து கொண்டோ உயிர் காற்றை மாற்றிக்கொண்டோ ரசனை இன்னும் ஒரு புள்ளியின் இதயம் இணைய கண்டோ ரசனை இன்னும் ஒரு புள்ளியின் இதயம் இணைய கண்டோ நானும் அவளும் இணைகையில் நிலா அன்று பால் மழை பொழிந்தது தனியே தனியே நான் காத்து காத்து நின்றேன் நிலவே பொறு நிலவே உன் பொறுமை வென்று விடுவேன் புரியாதா பேரன்பே புரியாதா பேரன்பே புரியாதா என்னுடைய நிழலையும் இன்னொருத்தி தொடுவது பிழை என்று கருதி விட்டாள் ஒரு ஜீன்ஸ் அணிந்த சின்ன கிளி ஹலோ சொல்லி கை கொடுத்த தங்க முகம் கருகி விட்டாள் அந்த கள்ளி பிரிந்து சென்றாள் நான் ஜீவன் உருகி நின்றேன் அந்த கள்ளி பிரிந்து சென்றாள் நான் ஜீவன் உருகி நின்றேன் சின்னதொரு காரணத்தால் சிறகடித்து மறைந்து விட்டாள் சின்னதொரு காரணத்தால் சிறகடித்து மறைந்து விட்டாள் மீண்டும் வருவாள் நம்பினேன் அதோ அவள் வரும் வழி தெரியது தனியே 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 நான் காத்து காத்து நின்றேன் நிலவே ஒரு நிலவே உன் பொறுமை பெற்று விடுவேன் புரியாதா பேரன்பே புரியாதா അക്ഷയ് വേറൊരു ടൈപ്പ് സോങ് അല്ലേ? എന്ത് തോന്നി നിനക്ക്? നല്ല ആറ്റിറ്റ്യൂഡ്, നല്ല സ്റ്റെപ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടാണ് അക്ഷയ് ഡാൻസ് കളിച്ചത്. ഇനി നമുക്ക് പാട്ടിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, ഫാസ്റ്റ് ബീറ്റ് റൗണ്ട് ആണല്ലോ. ഷാനിക്ക, അക്ഷയ് സർ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
സി ഇത് ശങ്കർജി പാടിയതെന്ന് പറയുന്നത് ഫുൾ ഔട്ടാണ് പാടിയത്. ഫുൾ ഔട്ട് എന്ന് വെച്ചാൽ അതല്ല ഫുൾ യുനോ ഔട്ട് ദെയർ ആയിട്ട് എന്നുള്ള രീതിയിലാണ്, ഓൺ യുവർ ഫേസ് എന്നുള്ള രീതിയിലാണ് ശങ്കർജി ഫുൾ ഈ പാട്ട് പാടി വെച്ചേക്കുന്നത്. അക്ഷയ് പാടുമ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ അക്ഷയ് ഒതുക്കുന്നുണ്ട്. എനിക്ക് അത് മാത്രം ഇതിനകത്ത് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. ബാക്കി ആറ്റിറ്റ്യൂഡ് വൈസ് ആണെങ്കിൽ ഇപ്പം പിന്നെ പാറു പറഞ്ഞ പോലെ സ്റ്റെപ്സ് ഒക്കെ അടിപൊളി, ഭയങ്കര അസാധ്യ സ്റ്റെപ്സ് ആയി. പ്രത്യേകിച്ച് കൈൻ്റെ ആ ഒരു ഒഴുക്ക് പരിപാടികളൊക്കെ എല്ലാം ഭയങ്കര. ആ പാട്ടിന് വേണ്ട എക്സാക്ട് സ്റ്റെപ്സ് പിന്നെ അക്ഷയ് കൊടുത്തിട്ടുണ്ട്. എനിക്കാകെ ഈ എന്നിട്ട് പിന്നെ അവിടെ ഒക്കെ ഒന്ന് കംപ്രസ് ചെയ്യുന്നുണ്ട് അക്ഷയ്. അത് വേണ്ട. ഓക്കെ സർ. ചരണം ലാസ്റ്റ് എന്താ വീണ്ടും വരുവാൻ വീണ്ടും അതൊന്ന് പാടിയടാ. വീണ്ടും വരുവാൻ നമ്പിനേലതോ അവൾ വരും വഴി തെരിയത് തനി. എനിക്ക് ആ ഒരു സംഭവത്തിൽ എനിക്കൊരു ജസ്റ്റ് ഒരു ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല രസമുണ്ട്. നീ അടിപൊളിയാ, അതിൽ യാതൊരു ഇതും ഇല്ല. ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നതിന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നിനക്ക്. കാരണം പാട്ടുണ്ട്, അതിന് വേണ്ട ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ആ പറഞ്ഞ ഇപ്പൊ സ്റ്റെപ്സിനാണെങ്കിൽ ഗ്രേസ് ഉണ്ട്. കാരണം ഇത് ഒരു നമ്മളെല്ലാം നോക്കുന്നുണ്ടല്ലോ ഇതിനകത്ത്. അപ്പൊ അതൊക്കെ ഉണ്ട് അക്ഷയ്ക്ക്. പക്ഷെ ആ പാട്ടിന്റെ ആ ഒരു സംഭവം ഒന്ന് പിടിക്കണം നമ്മള്. എന്റെ വോക്കൽ അത് പറ്റുമോന്നൊരു ഒരു പേടിയുണ്ട് ഉള്ളില്. അത് അറിയില്ല സാർ. അത് പേടിയുണ്ടെ പിന്നെ എന്തിനാ റിസൾട്ട് ഇത് വന്നത്? അങ്ങനെയല്ല, പക്ഷെ അവിടെ പാടിയപ്പോ ഓക്കെ ആയിരുന്നു സാർ. പക്ഷെ എനിക്ക് നീ എന്നാ അങ്ങനെ പാടി നോക്ക്. ഞാൻ തുറന്ന് പാടി നോക്കിട്ട് പല്ലവി പാടി നോക്കാം സാർ. പല്ലവി ഫുൾ ഓൺ ആയിട്ട് നീ ഒന്ന് പാട്. എവിടെ ഒതുക്കരുത്. ഓക്കെ. தனியே தன்னந்தனியே நான் காத்து காத்து நின்றே நிலவே பொறு நிலவே உன் பொறுமை வென்று விடுவேன் புரியாதா பேரன்பே புரியாதா பேரன்பே. കരട്ടെ ഒരെണ്ണം കൊടുക്കടി അങ്ങോട്ട്, കൊടുക്ക അങ്ങോട്ട്. ഇപ്പം അക്ഷയ്ക്ക് തന്നെ മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇതാക്കാന്നുള്ളത് മാത്രം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ചേച്ചി അക്ഷയ് ഫാന്റാസ്റ്റിക് സിംഗിങ്. കോറസും പൊളിച്ചു. അതെ അതെ, കോറസ് നന്നായി സപ്പോർട്ട് ചെയ്തു. എല്ലാരും എൻജോയ് ചെയ്ത് ഭയങ്കര ഫോക്കസ് ചെയ്ത് പാടുന്നുണ്ടായിരുന്നു കോറസ് എല്ലാരും 4 പേരും. അക്ഷയ് സെലക്ഷൻ ആരുടെയാ പാട്ട്? സെലക്ഷൻ എന്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, അപ്പൊ ആള് സെലക്ട് ചെയ്ത് തന്നതാണ്. ആണോ? ഇതൊക്കെ പറഞ്ഞോ, ഡീറ്റെയിൽസ് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പറയൂ. സിനിമ ഋതം. ഓക്കെ. കമ്പോസ് ചെയ്തത് A.R. റഹ്മാൻ സാർ, പാടിയത് ശങ്കർ മഹാദേവൻ സാർ, ലിറിക്സ് വൈരമുത്തു സാർ. ഓക്കെ, എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതിന് ഇപ്രാവശ്യം നല്ല സമയം കിട്ടിയോ പാട്ട് പഠിക്കാൻ? പാട്ടും ഡാൻസും എല്ലാം? കുറച്ച് ഡാൻസ് പഠിക്കാൻ കുറച്ച് സമയം കിട്ടിയുള്ളൂ. ആണോ? ഡാൻസ് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നോ? നല്ല തുടക്കം മുതൽ അവസാനം വരെ മൂവ്മെന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഇഷ്ടം കൊണ്ട് വരുന്നതാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ആൽമരത്തിന് നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്ത് ചെറുതായിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതില് ആകെപ്പാടെ എനിക്ക് തോന്നിയത് ആ ഒരു ഇപ്പൊ പാടുമ്പോൾ തന്നെ മോനെ ആ വരി ഫിനിഷ് ആവുമ്പോഴത്തേക്ക് അവിടെ വോയിസ് അങ്ങ് ആരോ കഴുത്തി കയറി പിടിച്ച പോലെ അങ്ങ് നിർത്തുകയാണ്. അത് ചെയ്യരുത്, അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു സ്മൈൽ നല്ലതായിരിക്കും, ഒരു ചെറിയൊരു പ്ലെസന്റ് സ്മൈൽ എപ്പോഴും പാടുമ്പോൾ ഞാൻ ആ പാട്ടിനകത്തുള്ള കാരണം ആ പാട്ടത് ഡിമാൻഡ് ചെയ്യുന്നില്ല, ഒരു ഭയങ്കര സന്തോഷമൊന്നും പാട്ട് ഡിമാൻഡ് ചെയ്യുന്നില്ല എങ്കിലും ആ ഒരു സ്മൈൽ വരുമ്പം അതിന് കുറച്ചുകൂടി ആ എക്സ്പ്രഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഓൾ ടുഗെദർ നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. അക്ഷയ് സർ, നല്ല പാട്ട്, നല്ലൊരു ഗുമ്മുള്ള പാട്ട്, നന്നായിട്ട് പാടി. താങ്ക് യു സർ. കേട്ടോ, എന്താണ് ഇതിന്റെ അർത്ഥം? ഏതാണ്ടൊക്കെ വെച്ച് വലിച്ചു വാരി അങ്ങ് പാടുക. അല്ല, എന്താണ് അതിന്റെ ഒരു മീനിങ്? എന്താണ് സർ? ഒരാളെ കാത്തിരിക്കുന്ന പോലെ. എന്തിന്? ബസ്സിനോ? അല്ല, എന്തിനു ബസ്സിനോ ട്രെയിനോ? എന്തിനാ കാത്തിരിക്കുന്നത്? അതായത് ആള് വരും എന്നുള്ള ഒരു പ്രതീക്ഷ. ഏതാള്? അല്ല, ഒരു പെൺകുട്ടി. ആരെ കിട്ടിയാലും മതി. അങ്ങനെ ഗോവിന്ദനെ പോലെ ഒരു ലവറിനെ വേണ്ട. അപ്പൊ തനിയെ
நான் காத்து காத்து நின்றேன் காத்து காத்து நின்றேன் நிலவே ஆ. பொருநிலவே ഉൻ പൊറുമൈ വെன்று വിടുവേൻ. നിലവേ പൊറു നിലവേ എന്ന് പറഞ്ഞാൽ നിക്ക് വെയിറ്റ് എന്നുള്ളതാണ്. പൊറു എന്നുള്ളത് പൊറു നിലവേ പറയൂ. ഉൻ പൊറുമൈ വെன்று വിടുവേൻ. നിന്റെ ഈ ക്ഷമ പരീക്ഷിക്കുന്നത് ഞാൻ അതിനെ തോപ്പിക്കും എന്നാണ് കേട്ടോ. ഓക്കെ സർ. അപ്പൊ അത് അടുത്ത എന്താണ്? പുരിയാത എന്ന് പറഞ്ഞ അറിയില്ലേ? നമ്മള് പുരിയാതാന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്നുള്ളത് വേണം അതൊരു ഫീല്. ഓക്കെ സർ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി പാടാമോ? അതൊന്ന് ശ്രുതി കൊടുക്കോ. സോറി. ആ നോട്ട് അതെന്താണത്? ഈ രണ്ടും ഒന്നുകൂടി ചേർത്ത് പാടാമോ? എപ്പോഴും അത് നോക്കണം കേട്ടോ, അതിനൊരു ക്ലാരിറ്റി ഇല്ല. പിന്നെ എനിക്ക് തോന്നിയത് അനുപല്ലവില്ലേ, ഏതാണ് ഒക്ടോബർ മാസം. ആ ഒക്ടോബർ മാസം അവിടെ ഒരു കുറച്ച് ഓടാനുള്ള ഒരു ടെൻഡൻസി, താളം വിട്ടിട്ട്. ഈ പടത്തിന്റെ പേരെന്താണ്? ഋതം. അപ്പൊ അങ്ങനെ ഒരു പേരും വെച്ചിട്ട് നീ ഓടുവോ? മാസം ഒന്ന് തീർന്നു കിട്ടാനായിരിക്കും. എന്താണ് അടുത്ത ഒക്ടോബർ അല്ലേ, ഇത് തീർന്നു കിട്ടാനായിരിക്കും മാസം. ഇനി മേലെ ഇങ്ങനെ പറഞ്ഞു. മഞ്ജരി, നൈസ്. ഐ റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു സർ. എന്നാൽ അക്ഷയ് നല്ല രസമുണ്ടായിരുന്നു പാടിയത് കേൾക്കാൻ കേട്ടോ. താങ്ക് യു സർ. നിനക്ക് ആ ഡാൻസും ഒക്കെ അസാധ്യമായിരുന്നു. ഞെട്ടിപ്പോയി. ആ ഒരു കാല് കൊണ്ടൊരു ഐറ്റം ഉണ്ടായിരുന്നല്ലോ, ഒന്ന് ഗ്രൂവ് കൊടുക്കും അവന്. അതെ. പാറു, കമാൻ പാറു. വെരി ഗുഡ് റാ. പിന്നൊന്നുമില്ല, അത്രേ ഉള്ളൂ. മതിയെന്ന്. ഇത് അബദ്ധം പറ്റി പറഞ്ഞു പോയത് രജിത്തെ, ക്ഷമിക്ക്. പാറു അസാധ്യമായിരുന്നു. പാറു ഡാൻസ് ചെയ്തപ്പോ മറ്റവൻ ഔട്ടായി. സത്യം അതാണ്. പോട്ടെ, എന്നാലും എനിക്ക് പറയാൻ പറ്റത്തില്ല, ഒരാണായി പോയല്ലോ. നീ തന്നായിരുന്നടാ. അപ്പൊ അക്ഷയ്, എനിക്ക് ഇഷ്ടമാടാ നിന്റെ പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഓക്കെ അക്ഷയ്, മാർക്സിന് മുന്നേ ഇന്ന് ദീപാവലി ഒക്കെ അല്ലേ, നിങ്ങളുടെ ആൽമരം ബാൻഡിന്റെ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ സൂപ്പർ സ്റ്റാർ എല്ലാവർക്കും വേണ്ടി പാടാല്ലേ? പാടാം. എന്താണ് ഇന്ന് ഏതാണ് പാടാൻ? ഞങ്ങൾ റീഅറേഞ്ച് ചെയ്തൊരു പാട്ടുണ്ടായിരുന്നു. ഒരു ഫോക്ക് മ്യൂസിക് ആണ്. പുള്ളുവ സമുദായക്കാര് കമ്പോസ് ചെയ്ത് വെച്ചതാണ്, ഇളക് നാഗ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇവിടെ പ്രസന്റ് ചെയ്യാം. താങ്ക് യു. ഇളക് ഇളകിളക് ഇളക് നാഗേ, ഇളക് ഇളകന്റെ മണിശീലേ, ഇളക് ഇളകിളക് ഇളക് നാഗേ, ഇളക് ഇളകന്റെ മണിശീലേ, മുമ്പില് കൈയും വീശി മുടിയൂലഞ്ഞേ, ആറാവട്ടം വെഞ്ചാമാരം വീശും പോലെ, ഇളക് ഇളകിളക് ഇളക് നാഗേ, ഇളക് ഇളകന്റെ മണിശീലേ, മണിനാഗേ കരിനാഗേ ഇളകിളക്, പാതാള ശംഖുനാഗേ
കരുത്തറിയാ ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകന്റെ മണിശീലേ മണിനാഗേ കരിനാഗേ ഇളകിളക് പാതാള ശംഖുനാഗേ കരുത്തറിയാ ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകന്റെ മണിശീലേ സൂപ്പർ വെരി ഗുഡ് അടിപൊളി സൂപ്പർ അക്ഷയ് പൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു വൈഷ്ണവ്. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി. അക്ഷയ്ക്ക് ഈ പെർഫോമൻസിന് 8.4. താങ്ക് യു ചേച്ചി. ശരത് സർ. അക്ഷയ് സർ ഈ പെർഫോമൻസിന് 8.6. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 17. അടിപൊളി. താങ്ക് യു. ഓക്കെടാ.